வணக்கம் பியாண்ட் மீடியாஸ் நேயர்களுக்கு அன்பான வணக்கங்கள். நான் உங்கள் ஈரோடு உதயகுமார். இன்றைக்கு ஒரு ஜோதிட குறிப்பாக ஐயா கிட்ட நம்ம என்ன கேட்குறோன்னா, விளக்கு வீட்டில் விளக்கு ஏற்றுவோம். இது ஒரு திரி போடலாமா, இல்லை 2 திரி போடலாமா, 5 திரி போட்டு விளக்கு ஏற்றலாமா, இந்த மாதிரி விளக்கு ஏற்றுறதுனால என்ன விதமான பலன்கள் கிடைக்கும் அப்படிங்கிறத நம்ம ஐயா கிட்ட இன்றைக்கி கொஞ்சம் கலந்துக்குவோம். ஏன்னா முன்பே ஒரு பதிவில் பார்த்துருக்கோம், விளக்கு பற்ற வச்சுட்டு சும்மா இருக்கக்கூடாது, அதை உத்து கவனிக்கிறதுலையும் அந்த தீபம் போடும் பொழுது நம்மளுடைய ஆத்மார்த்தமான வேண்டுதலோடையும் இருக்கணும். சரி, அது எத்தனை திரி போடலாம், என்ன திரியில் போடலாம்? நம்ம ஊரில் நிறையா இந்த தாமரை இதை நூலில் போடுறது, அந்த மாதிரி நிறையா நூலில் பஞ்சு திரியில் தீபம் போடுறது, நூலை வச்சுட்டு போடுறது, இதெல்லாம் இருக்குது. ஐயா கிட்ட ஒரு சின்ன குறிப்பாக ஜோதிட சாஸ்திரத்தில் என்ன இருக்குதுன்னு கேட்டு தெரிஞ்சுக்கோம் ஒரு ஸ்லோகத்தோட. ஐயா வணக்கம். ஐயா, இந்த எங்கள் ஊர்லலாம் தமிழகத்துலலாம் பார்த்திங்கன்னா பஞ்சு வச்சுட்டு திரி போடுவாங்க, நூலில் திரி போடுவாங்க, தாமரை நூல்னு சொல்லுவாங்க. இந்த மாதிரிலாம் ஒவ்வொரு விஷயங்களாக சொல்லிகிட்டே வருவாங்க. இதுலேயும் ஒரு முகமாக தீபம் போடுறது, 2 எரிய வைக்கிறது, 5 எரிய வைக்கிறது, இந்த மாதிரிலாம் இருக்குது. இது என்ன செய்கிறது முறையான விஷயம்? எதனால் தீபம் போடுறவங்களுக்கு என்ன செய்தால் நிறைவான பலன் இருக்கும் ஐயா? ഇപ്പോൾ നമ്മൾ ഈ சொல்கிறது ദീപം എന്ന് പറഞ്ഞാൽ അഗ്നിർദേവോ എന്നാണ്. അഗ്നിയാണ് ഈശ്വരൻ. നമുക്ക് പാത്രത്തിൽ അഗ്നി ഈശ്വരനാണ്. അപ്പോൾ അതിനെ നമ്മൾ വീട്ടിലത് പണ്ണുമ്പോൾ പിന്നെ കേരളാവിലെല്ലാം കുത്തുവിളക്ക് നോർമലായി യൂസ് பண்ணுற, തമിഴ്നാട്ടിലും அந்த மாதிரி 5 முகம் இருக்குது. அதில் 5 முகம் விளக்கு. முதல்ல விளக்கு எப்படி வேணும் சொல்கிறேன். விளக்கு 5 திரி ഭദ്രദീപം சொல்ல அதுக்கு பேர். അപ്പോൾ 5 ഉത്തമം, 2 തിരി വെക്കണം. ഈസ്റ്റും വെസ്റ്റും സൈഡ് ഭാഗത്ത് 2 തിരിയും വെക്കാം. അത് 2 ഉത്തമം, 5 ഉത്തമം. 3, 4, 6 അതൊന്നും 6 വേണ്ട. അതിന് ശ്ലോകം ഇരിക്ക്. ഒരു തിരി പോടുங்க. ഒരു തിരി இந்த കാമാക്ഷി വിളക്ക് அந்த மாதிரி ഏകവർത്തി വിളക്കിൽ 1 തിരി പോടണം. ബാക്കി പെരിയ വിളക്കിൽ എപ്പോഴും 2 പോടണം, അല്ലെങ്കിൽ 5 പോടണം. അതാണ് ശരിക്കും വേണ്ടത്. അതിന് പ്രമാണം ഇരിക്ക്. ഏകവർത്തിർ മഹാവ്യാധി, ദ്വിവർത്തിസ്തു മഹൽധനം, ത്രിവർത്തിർ മോഹമാലസ്യം, ചതുർവർത്തിസ്തു ദരിദ്രത, പഞ്ചവർത്തിസ്തു ഭദ്രമേവം സ്യാൽ. ഏകവർത്തി, വർത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം തിരി. ഏകവർത്തി ഒരു ഭാഗത്തേക്കായിട്ട് ഒരു വിളക്കിൽ തിരിയിട്ട് കത്തിക്കக்கூடாது, അത് ദോഷം. ദ്വിവർത്തിസ്തു മഹൽധനം, ദ്വിവർത്തി പറഞ്ഞാൽ 2 തിരികൾ ചേർത്തിട്ട് ഒരു ഭാഗം, ഇനി ഒരു 2 തിരി പോട്ടിട്ട് ഒരു ഭാഗം. അപ്പോൾ ഈസ്റ്റും വെസ്റ്റും ആയിട്ട് 2 ജ്വാല വേണം. 2 തിരി 2 തിരി, അപ്പോൾ 4 തിരി വരും, 2 ജ്വാല വരും. അന്ത ജ്വാലയ്ക്ക് 2 തിരി വെട്ടാൽ മഹൽധനം, അവിടെ സമ്പത്തും ഐശ്വര്യം എന്നും മഹാലക്ഷ്മി അവിടെ നിൽക്കും. ത്രിവർത്തിർ മോഹമാലസ്യം. ഇനി ഇതേമാതിരി 3 ഭാഗത്തേക്ക് പോട്ടെ തന്നെ ഫലം മോഹമാലസ്യം. നമുക്ക് മൈൻഡ് ക്ലിയറൻസ് ഇല്ല, മോഹാലസ്യം, മൈൻഡ് സ്റ്റഡി വരാതെ அந்த மாதிரி ചില പ്രോബ്ലംസ് അതുക്ക് വരും. അപ്പോൾ അതിനാലെ 3 തിരി പോടക്കൂടാതെ சொல்லுவார். ചതുർവർത്തിസ്തു ദരിദ്ര, 4 ഭാഗത്തേക്ക് തിരി പോട്ടാൽ ദാരിദ്ര്യം വരാം. ദാരിദ്ര്യം നമുക്ക് പൈസ നിൽക്കാതെ, പൈസ ജാസ്തി ആവും. അതിനാലെ 4 പോടക്കൂടാതെ சொல்லுவார். அப்புறம் ഭദ്രദീപം, അത് ഭദ്രദീപം പഞ്ചവർത്തി ഭദ്രദീപം சொல்ல, ഭദ്രമേവം സ്യാൽ, അത് ഭദ്രം ശുഭം എന്നർത്ഥം. ഏറ്റവും ശുഭം ഭദ്രദീപം. അതിൽ 5 തിരി പോടുന്നതും കണക്കിരിക്ക്. അത് ഈക്വൽ റേഷ്യോയിൽ പോടക്കൂടാതെ. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് அந்த 4 ഭാഗത്തേക്ക് പോയിട്ട് 5ാമത്തെ തിരി ഈശാന മൂലയിലെ പോടണം. அதுதான் அந்த முறை. யாருக்கு இது தெரியாது. இப்போ ரெடிமேடு விளக்கெல்லாம் ഈ കറക്റ്റ് യൂഷ്വൽ എന്നറിയാതെ ഒരു പാത്തി വരും അതിൽ, അത് തപ്പുതാണ്. அந்த மாதிரி செய்யக்கூடாது. அது என்ன ஒரே அளவில் போடக்கூடாது. 4 തിരി 4 കറക്റ്റ് ദിക്കിൽ വെച്ച് ഒരു തിരി ഈശാന മൂലയിൽ വെക്കണം. അത് ഈശാന എന്നെ பார்க்க 4 ദിക്കും പാത്തു. ഈശാന തിരി ഊർധ്വം, മേലേക്ക്, അതാണ് സങ്കല്പം. ഇത് പിന്നെ വിളക്ക് വെളുത്തുമ്പോൾ 5 തിരി പോടണം. അപ്പുറം വിളക്ക് എപ്പോഴും അളുക്കുള്ള വിളക്ക് വെക്കக்கூடாது. എല്ലാം ഫ്രഷ് ഫിനിഷ് ചെയ്ത് നല്ല വൃത്തിയായി വിളക്കിൽ വയ്ക്കുക. അത് ദേവനുടെ ശരീരം പാത്രം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരം എന്നറിയാം. അതിലൊക്കെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരം സങ്കല്പം ഇരിക്കുക അതിൽ. പിന്നെ എണ്ണ പോടുമ്പോഴും നിറയെ പോടണം. കൊഞ്ചം കാഭാഗം പോടக்கூடாது, അര ഫുള്ളായിട്ട് പോടണം. അപ്പോഴാണ് ആ എണ്ണ ദേഹം, നമ്മുടെ ശരീരത്തിനാണ് ദേഹം ചൊല്ലുക. അപ്പോൾ എണ്ണ ഫുള്ളായിട്ട് നമുക്ക് എണ്ണ തീർന്ന വിളക്ക് കെടുവാറ്. അപ്പോൾ ആയുസ്സും ശരീരം എണ്ണയാണ്. അതിന് എന്താ പറയുക, ജീവനാണ് ജ്വാല. ഈ എണ്ണ കഴിഞ്ഞാൽ വിളക്ക് കെട്ടിടും. അപ്പോൾ എണ്ണ നിറയെ പോട്ടിട്ട് വിളക്ക്. പിന്നെ വിളക്ക് എത്തുമ്പോൾ അത് തീപ്പട്ടി ഗ്യാസിലേറ്റ് ഒന്ന് ഡയറക്റ്റ് പോടാണ്. അതിൽ കൊടി വിളക്ക് എടുക്കും. അതിൽ കൊടി വിളക്കിൽ നെയ്യ് ഊത്തണം. ഇതിൽ നെയ്യും എണ്ണയും ഊത്തല. വിളക്കിൽ എണ്ണ പോടല, നെയ്യ് പോടല. അത് ഉത്തമം തിലജെന്ന്. തിലെന്ന് പറഞ്ഞാൽ എള്ളെണ്ണ, അതാണ് ഉത്തമം. നെയ്യ് വിശേഷം. വേറെ എണ്ണയൊന്നും നമുക്ക് അലൗഡ്, അത് ശരിയാവില്ല. அந்த എണ്ണയിൽ ഉണ്ടാവുന്ന ആ കെമിക്കൽസ് അത് നല്ല എണ്ണ, നല്ല എണ്ണ താൻ ഇത് വിശേഷം.
നല്ലെണ്ണ വയ്ക്കുക. പിന്നെ ഈ മുതൽ നെയ്ദീപം പോയിട്ട് അത് നെയ്ദീപത്തിന് വിളക്ക് കയറ്റണം. അതാണ് അതിൻ്റെ വിധി. പിന്നെ ഒരു തിരി ഈശാനകോണിലും വയ്ക്കണം, പിന്നെ തിരി വയ്ക്കണം, പിന്നെ വിളക്ക് ഫുള്ളാക്കി വെക്കണം. അപ്പടി വെച്ചാൽ നമുക്കതൊരു പ്രയോജനം കിടക്കും. പിന്നെ ഈ കാമാക്ഷി വിളക്ക് അന്തമാരി ഒരു വിളക്കിൽ നമുക്ക് ഒരു വിളക്ക്, പിന്നെ വിളക്ക് എടുത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരാൾ ഒരു വിളക്ക് ഒരു തിരി പോടില്ല, അത് ഫ്രണ്ട് സൈഡിലെ പോടണം. അത് എന്നെ സങ്കല്പിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ജീവൻ ഇരിക്കുക, ഇതൊരു ജീവസങ്കല്പം. അപ്പോൾ വിളക്ക് ഇപ്പടി പെടുത്ത ഒരു വിളക്ക് മുന്നാടി നമ്മുടെ ബാക്കിൽ നമ്മൾ ഇരിക്കുക. ഇപ്പോൾ രണ്ടായി, അതാണ്. പിന്നെ അതിൽ ഇനിയൊരു വിശേഷം, ഏത് രണ്ട് പോടുന്നൊരു ഒരു കേൾവി ഇരിക്കുക. അത് നമുക്ക് சொல்கிறது വന്നിട്ട് നമ്മൾ പ്രപഞ്ച സൃഷ്ടിയിലെ ഒന്നായിട്ട് ഒന്നുമേ ഇല്ല, എല്ലാം രണ്ട് താൻ, പുരുഷ ആൺപിളെ പെൺപിളെ സ്ത്രീ. പിന്നെ ഒരു വിത്ത് നമ്മൾ മുതലിൽ കുത്തിയിട്ട് അത് രണ്ട് എതൽ താൻ വരും, ഒരു എതൽ വരാതെ. എங்கே പോയി ഒരു വിത്ത് മണ്ണിൽ കുത്തിയിട്ട് മുളച്ച് വരുമ്പോൾ അത് ഇപ്പിടി രണ്ട് തവർ വരും, ഒന്ന് വരാതെ. അപ്പോൾ രണ്ട് ചേർന്നാലാണ് അതിന് ഉയർച്ചയും ഫലമെല്ലാം കിട്ടും. ഒന്നാലെ ഒന്നുമേ ശോഭിക്കാതെ. അപ്പോൾ പുരുഷൻ മാത്രം ഇന്ത്യ ലോകത്തിൽ നടക്കുമ്പോൾ സ്ത്രീ മട്ടിൽ നിന്ന് ഇറങ്ങും. അതാണ് മാതിരി പുരുഷൻ സ്ത്രീ രണ്ട് വേണമെന്നാണ് ആ രണ്ട് തിരിയുടെ ശുഭം എന്ന് പറഞ്ഞാൽ. അത് നിലനിൽപ്പ്, അത് ഉണ്ടാവണമെങ്കിൽ രണ്ട് തിരി പോകണം. சரி, இது போன்ற குறிப்புகளோடு மீண்டும் ஐயாவோட தொடர்ந்து போவோம். உங்களுக்கு இந்த வீடியோ, இந்த மெசேஜ் உங்களுக்கு பிடிச்சிருந்ததுன்னா லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள், சப்ஸ்கிரைப் பண்ணுங்கள்.